വിഘ്നേശ്വരായ നമഃ. ഓം നമഃശിവായ. നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും യു മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് വളരെ പ്രത്യേകതയുള്ളൊരു വിഷയമാണ്. 6 ഗ്രഹങ്ങൾ ഒരുമിച്ച് മീനൻ രാശിയിൽ സംഗമിക്കുന്നു. 2025 മാർച്ച് 29 ഈ വർഷത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു തീയതിയാണ്. കാരണം നവഗ്രഹങ്ങൾ എല്ലാം തന്നെ ഒരു രാശി ശക്തമായ സ്വാധീനം ചെലുത്താൻ പോകുന്നു. അതായത് കന്നിരാശിയിൽ. കാലപുരുഷൻ്റെ 6ാമത്തെ രാശിയായ കന്നിരാശിയിലാണ് ഈ നവഗ്രഹങ്ങളുടെ സ്വാധീനം വരാൻ പോകുന്നത്. ഈ ദിവസം തന്നെ സൂര്യഗ്രഹണവും സംഭവിക്കുന്നു. അപ്പോൾ പ്രധാനമായും 2 രാശികൾ വളരെ ശക്തിയായി ആക്ടിവേറ്റ് ആകാൻ പോവുകയാണ്. ഇതിൽ ആദ്യത്തെ രാശി എന്ന് പറയുന്നത് കാലപുരുഷൻ്റെ 12ാമത്തെ രാശിയായ മീനം. 6 ഗ്രഹങ്ങൾ സംഗമിക്കുന്നത് ഇവിടെയാണ്. സൂര്യൻ, ചന്ദ്രൻ, ശുക്രൻ, ബുധൻ, ശനി, രാഹു. മീനൻ രാശിയിൽ ഇത്രയും ഗ്രഹങ്ങൾ സംയോജിക്കുന്നത് മൂലം ശക്തിയേറിയ സ്വാധീനം മീനൻ രാശിയിൽ ഉണ്ടാകുന്നു. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിശേഷം എന്തെന്നാൽ അന്നേ ദിവസം, അതായത് മാർച്ച് 29 ശനിയാഴ്ച രാത്രി 11:01 ശനിയും രാശി മാറുകയാണ്. കുംഭൻ രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്ക് ശനി പകർച്ചയാവുന്നു. അപ്പോൾ നവഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ട 6 ഗ്രഹങ്ങളായ സൂര്യൻ, ചന്ദ്രൻ, ശുക്രൻ, ബുധൻ, രാഹു, ശനി ഇവയെല്ലാം ഒരുമിച്ച് മീനൻ രാശിയിൽ സംയോജിക്കുന്നു. ഈ 6 ഗ്രഹങ്ങളുടെയും ദൃഷ്ടി വരുന്നത് 7ാം ഭാവമായ കന്നിരാശിയിലാണ്. അതായത് കാലപുരുഷൻ്റെ 6ാമത്തെ രാശി. അപ്പോൾ മീനവും കന്നിയും, ഈ 2 രാശികളും വളരെ ശക്തിയായി ഉത്തേജിക്കപ്പെടുന്നു. അതായത് ആക്ടിവേറ്റ് ആകുന്നു. അതോടൊപ്പം വ്യാഴത്തിൻ്റെ അല്ലെങ്കിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയും കന്നിയിൽ വരുന്നു. അതേപോലെ തന്നെ ചൊവ്വയുടെ ദൃഷ്ടിയും കന്നിയിൽ തന്നെ വരുന്നു. ഈ കന്നിരാശിയിൽ കേതു സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ നവഗ്രഹങ്ങളെല്ലാം വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഒരു രാശിയായിരിക്കും കന്നിരാശി. അപ്പോൾ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളുടെ എല്ലാം സ്വാധീനം കന്നിരാശിയിൽ വരുമ്പോൾ 12 രാശിക്കാരെയും എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് വളരെ ചുരുക്കത്തിൽ നമുക്കൊന്ന് നോക്കാം. തുലാം രാശി. ചിത്തിര അവസാന 2 പാദം, ചോതി, വിശാഖം ആദ്യ 3 പാദം ചേരുന്ന തുലാം രാശിക്കാർക്ക് ഈ 6 ഗ്രഹങ്ങളായ സൂര്യൻ, ചന്ദ്രൻ, ശുക്രൻ, ബുധൻ, ശനി, രാഹു എന്നീ ഗ്രഹങ്ങൾ സംയോജിക്കുന്നത് നിങ്ങളുടെ 6ാം ഭാവമായ മീനൻ രാശിയിലാണ്. ഈ 6 ഗ്രഹങ്ങളുടെയും ദൃഷ്ടി വരുന്നത് നിങ്ങളുടെ രാശിയുടെ 12ാം ഇടത്തിലും. കൂടാതെ 8ൽ സഞ്ചരിക്കുന്ന ഗുരുവും 9ൽ സഞ്ചരിക്കുന്ന ചൊവ്വയുടെയും ദൃഷ്ടി കൂടി 12ാം ഭാവത്തിൽ വരുമ്പോൾ 6ാം ഭാവവും 12ാം ഭാവവും ആക്ടിവേറ്റ് ആകുന്നു. 6, 12 എന്നീ ഭാവങ്ങൾ ദുസ്ഥാനങ്ങളാണ്. ചിലവുകൾ നിയന്ത്രണാതീതമാകും. ലോൺ എടുക്കാൻ നിർബന്ധിതരാകും. കഴിയുന്നതും ലോൺ എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. ഉറക്കം നിങ്ങൾക്ക് നഷ്ടപ്പെടും. കേസ് വഴക്കുകളുണ്ടെങ്കിൽ അവ വീണ്ടും പൊങ്ങി വരുന്നതാണ്. ശത്രുക്കളുടെ ശല്യം വർദ്ധിക്കും. നിങ്ങളുടെ ദൈനംദിന ജോലികൾ കൂടുതൽ ശ്രദ്ധിക്കുക. വല്ല മാറ്റങ്ങളും വരുത്തണമെങ്കിൽ ഇപ്പോൾ ചെയ്താൽ ഭാവിയിൽ അവ ഗുണം ചെയ്യാവുന്നതാണ്. യോഗ, മെഡിറ്റേഷൻ മുതലായവ ഈ സമയത്ത് ശീലമാക്കുക. അത് ഭാവിയിൽ ഗുണം ചെയ്യും. എന്തെങ്കിലും തരത്തിലുള്ള രോഗമുള്ളവരാണെങ്കിൽ യഥാവിധി ചികിത്സ തേടുക. അപ്പോൾ നിങ്ങൾക്ക് ചിലവുകളാണ് ധാരാളം ഉണ്ടാകാൻ പോകുന്നത്. ഇതൊക്കെ ഏകദേശം 1 മാസമേ നീണ്ടു നിൽക്കൂ. മാർച്ച് 29 മുതൽ മെയ് ആദ്യവാരം വരെ. ഇതിനിടയിൽ നടക്കുന്ന കാര്യങ്ങളിൽ അധികവും ടെൻഷൻ ആകേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അനുകൂല ദശാഭുക്തിയാണ് നടക്കുന്നതെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. അതുപോലെ അനുകൂലമല്ലാത്ത ദശാഭുക്തിയാണ് നടക്കുന്നതെങ്കിൽ കുറച്ച് സൂക്ഷിക്കേണ്ടതാണ്.
അപ്പോൾ നിങ്ങളുടെ 6-ാം ഭാവം ഏകദേശം 6 ഗ്രഹങ്ങൾ നിൽക്കുകയാണ്. അത് ദൃഷ്ടി ചെയ്യുന്നത് 12-ാം ഭാവത്തിലാണ്. 12 എന്ന് പറയുന്നത് ഈ ചെലവുകൾ ധാരാളം ഉണ്ടാവും. അവിടെ വ്യാഴവും ചൊവ്വയും കൂടി ദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ 8 ഗ്രഹങ്ങളാണ് നിങ്ങളുടെ 12-ാം ഭാവത്തിൽ വീക്ഷിക്കുന്നതും അവിടെ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുന്നതും. അവിടെ കേതുവും സഞ്ചരിക്കുകയാണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നവഗ്രഹങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ 12-ാം ഭാവത്തിൽ ആധിക്യം ചെലുത്തുകയാണ്. അപ്പോൾ ഈ ചിലവുകളുടെ കാര്യത്തിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. അതുപോലെ കേസ് വഴക്കുകളൊന്നും വരാതിരിക്കാൻ നോക്കണം. ഉള്ളതാണെങ്കിൽ അതെങ്ങനെയൊക്കെ പറഞ്ഞ് പരിഹരിക്കേണ്ടതാണ്. ലോൺ എടുക്കാതിരിക്കുക, കടം കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യാതിരിക്കുക. ആരോഗ്യകാര്യത്തിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ലോകാ സമസ്ത സുഖിനോ ഭവ.